കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വോട്ട് ചെയ്തു. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തു. ഇതിനെതിരെ പ്രതിഷേധവുമായി VS സുനിൽകുമാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഇട്ടിരുന്നു. ഇപ്പോൾ അദ്ദേഹം നമ്മോടൊപ്പം ചേർന്നു. ഇത് എന്താണ് ഇത്തരത്തിലുള്ളൊരു പ്രതികരണത്തിന് കാരണം? അല്ല, ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പത്രക്കാർ അദ്ദേഹം ഇന്നലെ ശാസ്തമംഗലത്ത് വോട്ട് ചെയ്തപ്പോൾ അദ്ദേഹം എങ്ങനെ ഇവിടെ വോട്ട് ചെയ്തു എന്നതിനെ സംബന്ധിച്ച് ആരും ചോദിക്കാതിരുന്നതിനെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. കാരണം ഇലക്ഷൻ ജനപ്രാതിനിധ്യ നിയമപ്രകാരം അദ്ദേഹം ഇവിടെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹം ഇവിടെ വോട്ട് ചേർത്തു. അദ്ദേഹത്തിന് ശാസ്തമംഗലത്തിലെ വോട്ട് വെട്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ വോട്ട് ചേർത്തിയത്. അതിന് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷന് മുൻപാകെ കൊടുത്തിട്ടുള്ളൊരു കാര്യം, അദ്ദേഹം ഇവിടുത്തെ ഓർഡിനറി റെസിഡൻസ് എന്ന നിയമം പാലിച്ചുകൊണ്ടാണ് എന്ന നിലയിലാണ് അദ്ദേഹം വോട്ട് ചേർത്തത്. സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് വോട്ട് ചേർക്കുന്നതിൻ്റെ ഓർഡിനറി റെസിഡൻസിനെ സംബന്ധിച്ച് കൊടുത്തിരിക്കുന്ന വ്യക്തത വരുത്തിക്കൊണ്ടുള്ള വിധിയിൽ പറയുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കുന്ന വ്യക്തികൾക്ക് ഓർഡിനറി റെസിഡൻസ് എന്ന അർഹതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പോയിൻ്റ് അതല്ല. അപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ മത്സരിക്കാൻ അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള അർഹതയുള്ള ആളാണ്. ഇന്ത്യയിലെ ഏത് പാർലമെൻറ്റിനകത്തും അദ്ദേഹത്തിന് പാർലമെൻറ്റ് മണ്ഡലത്തിലും മത്സരിക്കാം. ഇപ്പോൾ അസംബ്ലിയിലാണെങ്കിൽ കേരളത്തിലെ ഏത് അസംബ്ലി മണ്ഡലത്തിലും അദ്ദേഹത്തിന് മത്സരിക്കാം. ആ മണ്ഡലത്തിൽ വോട്ടുണ്ടാവണം എന്ന് യാതൊരു നിർബന്ധമില്ല. പഞ്ചായത്തിലാണെങ്കിൽ ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പർ ആവുന്നതിന് വേണ്ടി ആ പഞ്ചായത്തിനകത്ത് വോട്ടുണ്ടായാലും മതി, ഏത് വാർഡിലും മത്സരിക്കാം. പക്ഷേ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനപ്രതിനിധി അല്ലെങ്കിൽ ആ പ്രതിനിധി ആരാണെന്ന് തീരുമാനിക്കുന്നത് ആ മണ്ഡലത്തിലെ വോട്ടർമാർ മാത്രമേ ആവാൻ പാടുള്ളൂ. മറ്റ് മണ്ഡലത്തിലെ വോട്ടർമാർ ഇവിടെ വന്ന് വോട്ട് ചേർത്ത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, കേന്ദ്രമന്ത്രി ചെയ്തിരിക്കുന്നത് നഗ്നമായ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ലംഘനമാണ്. അദ്ദേഹം 2024 തൃശ്ശൂർ കോർപ്പറേഷൻ്റെ നെട്ടിശ്ശേരി ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായിരുന്നു, വോട്ടറായിരുന്നു. അപ്പോൾ BJP നേതാക്കന്മാരെല്ലാം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ വോട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ അദ്ദേഹം മാത്രമല്ല, ആയിരക്കണക്കിന് BJPയുടെ ആളുകൾ കേരളത്തിൽ നിന്നും ഇവിടെ വന്ന വോട്ടർമാരായി BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. BJPയുടെ സംസ്ഥാന നേതാവ് തന്നെ അത് സ്ഥിരീകരിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ കാശ്മീരിൽ നിന്ന് വേണമെങ്കിലും വോട്ടർമാരെ കൊണ്ടുവന്ന് ഇവിടെ ചേർത്തി ഞങ്ങൾക്ക് വിജയമുണ്ടാക്കുന്നതിന് ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് നിയമവിരുദ്ധമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയുണ്ട്. അതാണ് രാഹുൽ ഗാന്ധി കോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം. ഇന്നലെ നടന്നിട്ടുള്ള പാർലമെൻറ്റിനകത്ത് നടന്ന ചർച്ചയിലും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹം ശാസ്തമംഗലത്ത് വോട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം സത്യം പറഞ്ഞാൽ ഇലക്ഷൻ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടൊരു കേന്ദ്രമന്ത്രി താൻ ഇവിടെ ഓർഡിനറി റെസിഡൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പാർലമെൻറ്റിനകത്ത് വോട്ട് നിലനിൽക്കേ അല്ലെ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹം ഇവിടെ പാർലമെൻറ്റിലെ പട്ടികയിൽ നിന്ന് അദ്ദേഹം പേര് മാറ്റേണ്ടതായിരുന്നു. അത് മാറ്റാതെ രണ്ട് പട്ടികയാണല്ലോ. പട്ടിക രണ്ടാണെങ്കിൽ വ്യക്തിയൊന്നല്ലേ? നിങ്ങളിതിൻ്റെ പട്ടികയുടെ കാര്യം പറയുന്നത് എന്താണ്? പട്ടിക ഞാനിപ്പോൾ സാധാരണ വോട്ടർമാർ പട്ടിക രണ്ടാണെന്ന് കരുതി മറ്റു സ്ഥലത്ത് പോയിട്ട് വോട്ട് ചേർക്കാറുണ്ടോ? പട്ടിക രണ്ടാണെന്നുള്ളത് സാങ്കേതികത്വം മാത്രമാണ്, നിയമമാണ് ഞാൻ പറയുന്നത്. പട്ടിക രണ്ടാണെന്ന് വരുന്നത് രണ്ട് പട്ടികയായിട്ട് വരുന്നത് സാധാരണ അങ്ങനെ തന്നെയാണ്, അത് പുതിയ കാര്യമല്ല. പക്ഷേ നിയമം ഞാൻ പറയുന്നത് ഒരു വ്യക്തിക്ക് രണ്ടിടത്ത് വോട്ടുണ്ടാവുന്നത് എങ്ങനെയാണ്? അത് പാർലമെൻറ്റിലാണെങ്കിലും അസംബ്ലിയിലാണെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളിലാണെങ്കിലും വ്യക്തി എവിടെ താമസിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ വോട്ട് ചേർക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഓർഡിനറി റെസിഡൻസ് ആണെന്ന് പറഞ്ഞത് വ്യാജമായിട്ടാണോ? അത് വ്യക്തമാക്കേണ്ടതാണ്. അദ്ദേഹം ഇപ്പോൾ അങ്ങനെയല്ല ഞാനിവിടെ താമസം മാറ്റിയെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് തൃശ്ശൂർ പാർലമെൻറ്റിനകത്തുള്ള അദ്ദേഹത്തിൻ്റെ വോട്ട് അദ്ദേഹം വെട്ടേണ്ടതായിരുന്നു. ഞാനദ്ദേഹം ഇവിടെ വോട്ട് ചേർക്കുന്നതിന് ഞാനൊരു പരാതിയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയെ സംബന്ധിച്ച് വോട്ട് ചേർക്കുന്ന സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഞാനൊരു പ്രതികരണം നടന്നത്. അതിന് കാരണം അദ്ദേഹം ശാസ്തമംഗലത്ത് വോട്ട് ചെയ്തുകൊണ്ടാണ്. കാരണം അദ്ദേഹത്തിന് ഇവിടെ വോട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു തെറ്റില്ലല്ലോ. കാരണം അതിന് വോട്ട് ചേർക്കാൻ അദ്ദേഹം ഇവിടെ മത്സരിക്കുന്ന ഒരാളാണ്, അദ്ദേഹം ജയിക്കുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന് ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ തെറ്റെന്താ? ഇപ്പോൾ കെ മുരളീധരൻ ഇവിടെ താമസിച്ചിട്ടാണ് വോട്ട് ചെയ്തത്, അല്ലെ മത്സരിക്കുമ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തിട്ടില്ലേ? എനിക്ക് വോട്ട് ചെയ്ത് ആദ്യമായിട്ട് തൃശ്ശൂർ പാർലമെൻറ്റിൽ മത്സരിക്കുമ്പോഴാണ്. 3 തവണ മത്സരിക്കുമ്പോഴും എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല. ഞാൻ വോട്ട് ചെയ്തിട്ടുള്ള മറ്റ് സ്ഥാനാർത്ഥികൾക്കാണ്. കാരണം എൻ്റെ വീട് ഞാൻ മത്സരിച്ച സ്ഥലത്ത് അല്ലാത്തതുകൊണ്ട് എൻ്റെ വോട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്തായതുകൊണ്ടാണ്. നിയമപരമായിട്ട് ഇനി എന്തൊക്കെ ചെയ്യാൻ കഴിയും? നിയമപരമായി ഞാൻ ഓൾറെഡി ഒരു പരാതി, നേരത്തെ കൊടുത്ത പരാതി അന്ന് വേണ്ടത്ര പരിഗണന കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെടുന്നത് ഈ കാര്യത്തിൽ ക്ലാരിറ്റി അല്ലെങ്കിൽ ഇതിന് വ്യക്തത
മറുപടി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തരണം. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയും മറുപടി പറയണം. ഇനി കൂടുതൽ പരാതികൾ ആവശ്യമുണ്ടെങ്കിൽ ആ പരാതി നൽകും. അപ്പോൾ ഇത് നമ്മൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇലക്ഷൻ വോട്ടർ പട്ടികയിൽ ഒരു മാനിപ്പുലേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. അത് സംബന്ധിച്ചൊരു പരാതി വളരെ ലൈവായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സന്ദർഭത്തിൽ ഇതൊന്നൊരു പ്രശ്നമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാധാരണ ഒരു വോട്ടർ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. ചിലപ്പോൾ ഇവിടെ ഇല്ലാത്ത വോട്ട് 2 പട്ടിക ആയതുകൊണ്ട് ചിലപ്പോൾ അറിയാതെ അങ്ങനെ സംഭവിക്കുകയൊക്കെ ചെയ്യാം. ഇതങ്ങനെയല്ലല്ലോ. ഇത് വളരെയധികം സമൂഹം മുഴുവനും ഇക്കാര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് പോലും അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. സത്യത്തിൽ ഇന്നലെ അത് അവിടെ പക്ഷേ വോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയുമായിരുന്നു. അല്ല, അത് അവിടെ വോട്ടർ പട്ടികയിൽ ഒരാളുടെ പേരുണ്ടെങ്കിൽ ആ വോട്ടർ പട്ടികയിലുള്ള ആൾക്ക് പേരിൽ ഉള്ള ആൾക്ക് അവിടെ വോട്ട് ചെയ്യുക എന്നുള്ളത് ചോദ്യം ചെയ്യാൻ കഴിയില്ല. മനസ്സിലായിട്ടോ? കാരണം അതിന് പല ന്യായങ്ങളും പറയും. ഇപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ ഈ ലിസ്റ്റല്ലോ ആ ലിസ്റ്റ് എന്നൊക്കെ പറയാം. അത് സാങ്കേതികമായ കാര്യമാണ്. പക്ഷെ നിയമപരമായിട്ടുള്ള അതിൻ്റെ ഒരു വിഷയം മുമ്പ് നിൽക്കുന്നുണ്ട്. റൈസ് ചെയ്യപ്പെട്ട വിഷയമാണ്. അതിൽ മറുപടി പറയേണ്ടി വരും. ഇതിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വേണ്ടത്ര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് കോടതി ഇപ്പോൾ സമീപിക്കുന്നത്. അല്ല, ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ വിഷയങ്ങൾ കോടതിക്ക് മുമ്പാകെയുള്ള കാര്യങ്ങളാണ്. ഇനി ഇത് കോടതിയെ സമീപിക്കേണ്ട വിഷയമുണ്ടെങ്കിൽ അത് ചെയ്യും. എന്തായാലും ഇത് നിയമപരമായ പോരാട്ടം ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളൊരു വിഷയമാണിത്. അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ അത്തരം വിഷയത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ സംഗതി എന്നുള്ളതുകൊണ്ട് ഇത് ദേശീയ തലത്തിൽ തന്നെ ഉയർത്തി വരേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ കുറേ കാലം മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച ആവശ്യം VS സുനിൽകുമാർ ഉന്നയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. പക്ഷേ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ തുടർ നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് VS സുനിൽകുമാറിൻ്റെ തീരുമാനം. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ, തൃശ്ശൂർ.